കൂട്ടുകാരി സഹോദരങ്ങളെ, നമ്മുടെ തോരൻ ശരിയായി കേട്ടോ. നമ്മുടെ തോരൻ റെഡിയായി. കൂമ്പ് തോരൻ, വാഴക്കൂമ്പ് തോരൻ കേട്ടോ. ആവി എടുക്കുന്നുണ്ട് വാഴക്കൂമ്പ് തോരൻ. ഞാൻ ചടപടാ വയ്ക്കുമായിരുന്നേ. കഴിക്കാൻ വരുന്നതിന് മുമ്പേ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഞാൻ എങ്ങനെ വെച്ചെന്നറിയാൽ, വെളുത്തുള്ളിയും ജീരകവും നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും കൂടെ ചതച്ച്, എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ വറ്റൽ മുളക് ഉണ്ടല്ലോ, വറ്റൽ മുളകും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട്, പിന്നെ ഞാൻ ഇച്ചിരി ഉഴുന്ന്, ഒരു നുള്ളു ഉഴുന്ന്, ഒന്ന് മുഴുവൻ ഉഴുന്നായിരുന്നു, അതുകൊണ്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് അതുകൂടെ ഇട്ട് കടുക് വറുത്ത് അതുകൂടെ ഇട്ട് പൊട്ടിച്ച് ഇട്ട്, പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരുന്ന കൂമ്പിട്ട് ചിക്കി ഒന്ന് ആവി കയറിയപ്പോഴത്തേക്ക് പിന്നെ തോരൻ്റെ നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് ഇളക്കി അടച്ച് വെച്ചിരുന്നു. നമ്മുടെ പാകത്തിന് വെന്ത് എടുത്തു കേട്ടോ. നമ്മുടെ തോരൻ റെഡിയായി. പകുതി വെച്ചോളൂ കേട്ടോ, ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2 കിലോയ്ക്കും വേണ്ടിയുണ്ട്. എൻ്റെ കണക്കിന് 2 കിലോ. നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മുടെ ചക്ക ഇങ്ങനെ ഇവിടെ വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. കുഴച്ച് വെക്കുന്നത്, കട്ടിക്കിരിക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കട്ടിയായിക്കോളും, അങ്ങനത്തെ ചക്കയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ചടപടാന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത് ചോറും മീൻകറി എടുത്ത് വെച്ചില്ല. ചോറും മീൻകറി ഇരിക്കുന്നത് നെത്തോലി മീനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ശരി, ഞാൻ ഈ തോരൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ശരി, ടാറ്റാ. ഇതുപോലെ വെച്ച് നോക്കണേ, നല്ല അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ശരി, ടാറ്റാ. നമ്മുടെ ചക്ക എരിശ്ശേരി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ എരിശ്ശേരിയാണ്. ഓക്കെ, ബൈ.